ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു ടാങ്ക് നമ്മൾ കാണിച്ചായിരുന്നു, നമ്മുടെ ടെട്രയുടെ ടാങ്ക്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ടാങ്കിൻ്റെ ഫുൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലിക്കോനെയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ബ്രിസ്റ്റൽ നോസ് പ്ലിക്കോ ആണ്, അൽബനോ വൈറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ പ്ലിക്കോ നമ്മൾ 4 പഴയ ടാങ്കിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് വലുതായി കിട്ടിയതാണിത്. അപ്പോൾ ഇവയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ആൽഗേസ് എല്ലാം നല്ലപോലെ കുറഞ്ഞു കിട്ടും. അപ്പോൾ പ്ലിക്കും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സ്നെയിൽസ് പോലെ തന്നെ ആൽഗേസിനെ തിന്നാനായിട്ട് അവ നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളതിനെ പിടിച്ചുകൊണ്ടെന്നാണ്. 2 വലുതും 2 ചെറുതും ഉണ്ട്. നമ്മളതിനും കൂടി ആഡ് ചെയ്ത് ആ ടാങ്ക് നമുക്ക് നല്ല ഫുൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ പിന്നെ അതിനകത്തൊരു മെയിൻ്റനൻസ് നമുക്ക് അധികം വേണ്ടി വരില്ല. കുറച്ച് ആഴ്ചയിലൊക്കെ 2 വീക്കൊക്കെ കൂടുമ്പോൾ കുറച്ച് വെള്ളം കളഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ടാങ്കാണെങ്കിൽ ഈസി ആയിട്ട് അതിനകത്ത് നിന്നോളും. പിന്നെ നമ്മൾ റാംസോൺ സ്നെയിലിൻ്റെ പിങ്കിനെയും കൂടി അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് റാംസോൺ സ്നെയിൽ പിങ്ക് മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം അതിന് നല്ല ഡിമാൻഡാണ് ഇവിടെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ഫുൾ ടാങ്കിന് വേണ്ട സെറ്റെല്ലാം അതിനകത്ത് ആയിക്കോളും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലിക്കോസും കുഴപ്പമില്ല, പ്ലിക്കോസും എല്ലാം നല്ല ആക്റ്റീവാണ്. നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തുണ്ടായതാണ്. പിന്നെ നമ്മുടെ ടെട്രാസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. സ്നെയിൽസും ഉണ്ട്, വിസാർഡ് സ്നെയിലും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് സെറ്റായി. ഇനി നമുക്കതിനെ വളരാനായിട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ടാങ്കായിട്ട് ഇതായിക്കോളും. അപ്പോൾ നമുക്കിനി ടെട്രാനെ ബ്രീഡ് ചെയ്യാറാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറെ ബ്രീഡ് ചെയ്യണം. അത് നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്.